ഇന്ന് ഞാനിവിടെ നമുക്ക് വേനൽക്കാലത്തും അതുപോലെ തന്നെ റമദാനൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് അത്രയും ഹെൽത്തി ആയിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നല്ല ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കൂവപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് വേണ്ടത്. ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള കൂവപ്പൊടിയാണ്. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ ഇപ്പോൾ നന്നായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പൗഡറാണ് ഈ ഒരു ആരോ റൂട്ട് പൗഡർ. നമ്മുടെ ബോഡി നന്നായിട്ട് തണുക്കും ഇത് ഉപയോഗിച്ചാൽ. ഇനി പാൽപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമല്ല കേട്ടോ. ഇനി പാൽപ്പൊടി ഇല്ലെങ്കിൽ ഒരു കപ്പ് പാല് ചേർക്കാം, അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചാലും മതി. ഇനി നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ ആരോ റൂട്ട് പൊടിക്ക് അത്യാവശ്യം ഒരു കുക്കിംഗ് ടൈം വേണം. അപ്പോൾ അതിന് 1 ടേബിൾ സ്പൂൺ 1 കപ്പ് എന്നുള്ള കണക്കിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നല്ലപോലെ ഒന്ന് കുറുക്കി എടുത്തിട്ടുള്ളത്. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിക്ക് പിടിച്ച് കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് കുറുക്കി ഇതൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ചൂട് പോകാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫാനിൻ്റെ ചുവട്ടിലൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കുമ്പളങ്ങയാണ്. നമ്മൾ സാധാരണ കുമ്പളങ്ങ കറിയൊക്കെ അല്ലേ വെക്കാറ്. കുമ്പളങ്ങ വെച്ചിട്ടുള്ള ജ്യൂസ് ഒന്ന് കുടിച്ച് നോക്കൂ. നമ്മുടെ ബോഡിക്ക് നല്ല തണുപ്പായിരിക്കും. നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും ഇപ്പോൾ നമുക്ക് അധികം ആൾക്കാർക്കും ഈ ഒരു യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരില്ലേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. സ്കൂളിൽ പോകുന്ന കുട്ടികളൊന്നും അധികം വെള്ളമൊന്നും അവർ കുടിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഇതുപോലുള്ള ജ്യൂസൊക്കെ രാവിലെ കൊടുക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ വന്നിട്ട് കൊടുക്കാം. ഒരു ദിവസം 2 നേരമെങ്കിലും ഓരോ ഗ്ലാസ് ജ്യൂസ് വീതം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ നല്ലതാണ്. പിന്നെ അത് വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല ഒരു വെജിറ്റബിളാണ് കേട്ടോ ഈ ഒരു ആഷ് ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വെറുതെ ജ്യൂസാക്കിയിട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് കുടിച്ചാലും നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്മൂത്തിയുടെ രൂപത്തിലാണ് ഇന്ന് ഞാനിവിടെ റെഡിയാക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. നല്ല മൂപ്പെത്തിയത് വേണം എടുക്കാൻ. നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും, നല്ല പോലെ മൂത്ത ഒരു കുമ്പളങ്ങൻ്റെ ഈ പുറത്ത് ഇതുപോലെ വെള്ള പൊടികളുണ്ടാവും. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും അല്ലേ. ഇനി അത് മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ. കുമ്പളങ്ങയിൽ ധാരാളം വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട. ഞാനിതെല്ലാം ഈ ഒരു ജാറിലോട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. 4 ഗ്ലാസ് സ്മൂത്തിയാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് 4 പീസ് കുമ്പളങ്ങ എടുത്തത്. നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും ഇതിൻ്റെ പീസുകളൊന്നും കിടക്കാത്ത രീതിയിൽ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബോഡി തണുപ്പിക്കാൻ ഏറ്റവും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ബനാന അല്ലേ. അത് ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തത്. അത് റോബസ്റ്റ പഴം എടുക്കാനുള്ള കാരണം നമ്മളിത് എല്ലാ ഐറ്റക്കാർക്കും ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പഴമാണ് റോബസ്റ്റ. അതുകൊണ്ടാണ് ഞാൻ റോബസ്റ്റ പഴം എടുത്തത്. അത് നല്ല തണുപ്പായിരിക്കും. റോബസ്റ്റ പഴം കിട്ടിയില്ലെങ്കിൽ ചെറുപഴം എടുക്കാം, ഞാലിപ്പൂവൻ പഴം എടുക്കാം, അങ്ങനത്തെ പഴങ്ങളൊക്കെ എടുക്കാം. നേന്ത്രപ്പഴം എടുക്കരുത്. നേന്ത്രപ്പഴം നമുക്ക് ബോഡിക്ക് അത്രയ്ക്ക് തണുപ്പ് തരുന്ന ഐറ്റമൊന്നുമല്ല. ഞാനിവിടെ ഈ ഒരു മെയിനായിട്ട് ഈ ഒരു 3 ഇൻഗ്രീഡിയൻ്റാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കുമ്പളങ്ങ, കൂവപ്പൊടി, അതുപോലെ ഈ ഒരു റോബസ്റ്റ പഴം. ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഓപ്ഷനിലാണ്, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. ഇനി വേണ്ടത് ഏലക്കയുടെ പൊടിയാണ്. ഞാനിവിടെ അല്പം പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചെടുത്തതാണ്. അതൊരു സ്പൂൺ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ കുറുക്കി ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ആരോ റൂട്ടിൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എക്സ്ട്രാ വെള്ളം വേണ്ടവർക്ക് വെള്ളം ചേർക്കാം, പാൽ ഒഴിക്കേണ്ടവർക്ക് പാൽ ഒഴിക്കാം. ഞാൻ മധുരത്തിന് വേണ്ടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മളെ ആ പഴത്തിൻ്റെ ഒരു മധുരത്തിലാണ് ഇത് കുടിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഷുഗർ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഹണി ചേർക്കാം.
അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. ഇതിങ്ങനെ കുടിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഞാനിവിടെ കുറച്ച് കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്നും കുതിർത്തി വെച്ചിരുന്നു. കുതിർത്തിയെടുത്ത കസ്കസ് ഒരു 4 സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഒരു ഗ്ലാസ്സിക്ക് 1 സ്പൂൺ എന്ന കണക്കിലാണ് കസ്കസ് വേണ്ടത്. എല്ലാവർക്കും അറിയാം കസ്കസ് ബോഡിക്ക് നല്ല തണുപ്പ് തരുന്ന മറ്റൊരു ഐറ്റമാണ്. അപ്പം നമ്മൾ അടുക്കളയിലുള്ള ഇത്തരം ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെഡിയാക്കി എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത് ബെറ്റർ ആട്ടോ, നല്ല ഹെൽത്തി ആയിരിക്കും. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, അമിതവണ്ണം അങ്ങനെയുള്ള അസുഖം മൂലം കഷ്ടപ്പെടുന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്മൂത്തി തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഇത് കുട്ടികൾക്കും നല്ല ഇഷ്ടത്തോടെ കൊടുക്കാം, അവർ നന്നായിട്ട് കഴിക്കട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ചൂടിന് ഇത് ഉണ്ടാക്കി കുടിക്കാൻ മറക്കരുത്. ഇനി റമദാനാണ് വരുന്നത്, നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഇതൊരു ഗ്ലാസ് കുടിക്കാം. അത്താഴത്തിനൊക്കെ എണീറ്റിട്ടൊക്കെ ഇതൊരു ഗ്ലാസ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിലൊക്കെ നല്ല ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് യൂറിനൊക്കെ പ്രോബ്ലം ഉണ്ടാവും ഈ ഒരു വേനൽക്കാലത്ത് അല്ലേ. അപ്പോൾ അധിക പേർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനായിട്ട് വരും. വിട്ടുമാറാത്ത പനിയൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ മൂലം വരുന്നതാണ്. ഇതുപോലുള്ള നമ്മുടെ ബോഡിക്ക് മുഴുവനായിട്ട് വാട്ടറി ആയിട്ട് നിലനിർത്താൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ട് നല്ല തണുപ്പ് തരുന്ന ഇത്ര സ്മൂത്തികൾ ഉണ്ടാക്കി കുടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെൽത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നിങ്ങളൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി നിങ്ങൾ എന്തായാലും റെഡിയാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.